പ്രോത്സാഹനമായിട്ട് ചെയ്യാറുണ്ട് സുന്നത്ത് നോമ്പ്. ഇപ്പൊ അറഫയുടെ നോമ്പ് അല്ലെ, അതുപോലെ ഷഅബാൻ 15 നോമ്പ്, അതുപോലെ അറഫ, ഈ നോമ്പുകളൊക്കെ സുന്നത്ത് തന്നെയല്ലേ? ഷഅബാൻ 15 ബാക്കിയുണ്ട്. അറഫയുടെ നോമ്പ് നോമ്പുണ്ട്. ഷഅബാൻ 15 പറഞ്ഞത് അതേ പെട്ടതല്ല. പിന്നെ റജബിലുള്ള നോമ്പ് അല്ലേ? റജബില്ല. അല്ല, അത് നല്ല ബിദ്അത്തിന്റെ കൂട്ടത്തിൽ പെടുത്തി അങ്ങനെ ബിദ്അത്തുൽ ഹസന എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ അല്ലേ? ഞാൻ സമർത്ഥിക്കല്ല, ഈ ബിദ്അത്തുൽ ഹസന കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ബിദ്അത്തുൽ ഹസന എന്ന ഒന്ന് യഥാർത്ഥത്തിൽ മതത്തിൽ ഇല്ല, ഭാഷയിലുണ്ട്. അറബി ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഇല്ലാത്ത ഇന്നുണ്ടായാൽ ബിദ്അത്താണ്. ഈ പള്ളി ബിദ്അത്താണ്, കാരണം പണ്ടുണ്ടായിരുന്നില്ല, പിന്നെ ഉണ്ടായതാണ്. നമ്മൾ ഓരോരുത്തരും ബിദ്അത്താണ്, കാരണം പണ്ടില്ല, പിന്നെ ഉണ്ടായവരാണ്. അതാണ് ഭാഷയിൽ ബിദ്അത്ത്. അതിൽ നല്ലതുണ്ടാവാം, ചീത്തയുണ്ടാവാം. മതത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മതം പൂർത്തിയായതിനു ശേഷം പുണ്യകർമ്മം എന്ന നിലയ്ക്ക് അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ, അതിൽ നല്ലതില്ല, അത് മുഴുവനും ദുഷിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരുങ്ങിയത് 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസാണ് വകുല്ല ബിദ്അത്തിൻ ദലാല. ഏറ്റവും ചുരുങ്ങിയത് 1000 പ്രാവശ്യം എല്ലാ ഖുത്ബയിലും പറഞ്ഞിട്ടുണ്ട്. 500 ചിലാനം ഖുത്ബ നബി തങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഖുത്ബയിലൊക്കെ പറഞ്ഞതാണ് വകുല്ല ബിദ്അത്തിൻ ദലാല. എല്ലാ ഉപദേശങ്ങളിലും പറഞ്ഞതാണ്, എല്ലാ പ്രസംഗത്തിലും പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് 1000 പ്രാവശ്യമെങ്കിലും നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസാണ് വകുല്ല ബിദ്അത്തിൻ ദലാല. ഒരിക്കൽ പോലും ചില ബിദ്അത്ത് നല്ലതാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബിമാരാരും നല്ല ബിദ്അത്ത് എന്ന ഒന്നിനെ കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അംഗീകരിച്ചിട്ടുമില്ല. ഭാഷയിലുണ്ടാവും, ഇന്നലെ ഇല്ലാത്ത ഒന്നുണ്ടാകുമ്പോൾ നല്ലൊരു ബിദ്അത്താണ് എന്ന് ഭാഷാപരമായി പറയാം. ഈ പറഞ്ഞൊക്കെ തന്നെ ഒരു വീടുണ്ടാക്കി ബിദ്അത്താണ്. അല്ലാഹു തആല ഭാഷാപരമായി ബിദ്അത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ആകാശഭൂമികളെ പറ്റി. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ബിദ്അത്തായി ഉണ്ടാക്കിയവൻ എന്ന് അല്ലാഹു പറഞ്ഞത്. എന്താ കാരണം? പണ്ടുള്ള ആകാശം നോക്കി അല്ലാഹു കോപ്പിടിച്ചതല്ല, ഇല്ലാത്ത ഒന്ന് പുതിയതായി ഉണ്ടാക്കി. അപ്പൊ ഇത് ബിദ്അത്ത് എന്ന് അല്ലാഹു ഉപയോഗിച്ചത്. ഖുൽ മാ കുൻതു ബിദ്അൻ മിനർ റുസുൽ, നബിയെ താങ്കൾ പറയുക, ഞാൻ മുർസലീങ്ങളിൽ ബിദ്അ അല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല മുർസലീങ്ങളൊന്നും പറയാത്ത പുതിയ ആശയം പറയാൻ വേണ്ടി വന്ന ആളല്ല. അവിടെ ഉപയോഗിച്ച വാക്ക് ബിദ്അ എന്നാണ്. അപ്പൊ മതത്തിൽ എന്തില്ല? നല്ല ബിദ്അത്ത് ഇല്ല. പിൽക്കാലത്ത് ചില പണ്ഡിതന്മാരാണ് അങ്ങനെ കൊണ്ടുവന്നത്. കഴിഞ്ഞ 100-300 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തുള്ള ചില പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത് എന്ന ചില വേർതിരിവുകൾ കാണാൻ കഴിയും. അതും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന തരത്തിലല്ലതാണ്. അതുകൊണ്ട് മതത്തിൽ അങ്ങനെ ഒന്നില്ല. ഇനി നന്മകൾ നമുക്ക് എത്രയും വർദ്ധിപ്പിക്കാം. ഒരാൾക്ക് നോമ്പ് എന്ന് വേണമെങ്കിൽ നോക്കാം, എന്ന് വേണമെങ്കിൽ നോമ്പ് നോക്കാം. പ്രത്യേകിച്ച് നോമ്പ് പാടില്ല എന്ന് പറഞ്ഞ ദിവസങ്ങളല്ലാത്ത, കൊല്ലത്തിൽ 5 ദിവസം പാടില്ല, 2 പെരുന്നാള്, അയ്യാമു തശ്രീഖിന്റെ 3 ദിവസം, ഈ 5 ദിവസം അല്ലാത്ത ദിവസങ്ങളിൽ എന്ന് വേണമെങ്കിൽ നോമ്പ് നോക്കാം സ്വതന്ത്രമായിട്ട്. പക്ഷെ ഇന്ന ദിവസം നോമ്പ് നോക്കിയ സുന്നത്താണ് എന്ന് പറയണമെങ്കിൽ അത് തെളിവ് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നോമ്പുകാരിയാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, എന്താ നോമ്പ് വയ്ക്കാൻ കാരണം? അവര് പറഞ്ഞു, വെള്ളിയാഴ്ച ആണല്ലോ, അതുകൊണ്ട് നോമ്പ് വെച്ചതാണ്. കാരണം വെള്ളിയാഴ്ച നല്ല ദിവസമാണല്ലോ. അപ്പൊ നബി ചോദിച്ചു, നീ ഇന്നലെ നോറ്റിരുന്നുവോ? ഇല്ല. നാളെ നോൽക്കാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല. ഫഅഫ്തിരി, എങ്കിൽ ആ നോമ്പ് മുറിക്കുക. വെള്ളിയാഴ്ച അല്ലേ, നല്ല ദിവസമല്ലേ, അതുകൊണ്ട് നോമ്പ് ഇല്ല. വ്യാഴാഴ്ച അല്ലേ, അതുകൊണ്ട് നോമ്പ് ഉണ്ട്. എന്താ വ്യത്യാസം? വ്യാഴാഴ്ച നബി തങ്ങൾ പഠിപ്പിച്ചു, തിങ്കളാഴ്ച ഉണ്ട്, നബി തങ്ങൾ പഠിപ്പിച്ചു. അറഫ നോമ്പുണ്ട്, മുഹറം 9, 10 ഉണ്ട്, ശവ്വാൽ 6 ഉണ്ട്. എന്തുകൊണ്ട്? നബി തങ്ങൾ പഠിപ്പിച്ചു. മെഹ്റാജ് നോമ്പില്ല റജബ് മാസത്തിൽ, എന്തുകൊണ്ട്? നബി തങ്ങൾ പഠിപ്പിച്ചില്ല. മെഹ്റാജ് റജബിലാണ് എന്നും പഠിപ്പിച്ചിട്ടില്ല. ഇല്ല, അല്ല, അത് ഒരുപാട് അഭിപ്രായങ്ങൾ, ഒരു അഭിപ്രായം മാത്രമാണ്. മിഹ്റാജ് ഉണ്ടായത്, മിഹ്റാജ് ഉണ്ട്. മെഹ്റാജ് വിശുദ്ധ ഖുർആൻ, ഇസ്രായേൽ വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞിട്ടുണ്ട്? മെഹ്റാജ് ഹദീസിൽ വിശദമായി പഠിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. അത് ഏതു മാസത്തിലാണ് എന്നോ ഏത് ഡേറ്റിലാണ് എന്നോ ഉള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരിൽ ഏകാഭിപ്രായമില്ല. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ബാബുൽ മിഅ്റാജ് എന്ന അധ്യായം കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശദീകരണത്തിൽ ഫത്ഹുൽ ബാരിയിൽ ഇമാം അസ്ഖാനി റഹിമഹുല്ലാ പറഞ്ഞത്, മിഅ്റാജ് എന്നാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് 10-ലേറെ അഭിപ്രായമുണ്ട് എന്നാണ്. 10-ലേറെ അഭിപ്രായം. ഏത് മാസമാണ് എന്നും ഏത് ഡേറ്റാണ് എന്നും ഏത് കൊല്ലമാണ് എന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി? അടുത്ത കൊല്ലം അതേ ഡേറ്റ് വരുമ്പോ നബി നോമ്പ് നോറ്റിരുന്നുവെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പൊ നബി ആ ദിവസം പ്രത്യേകം നോട്ട് ചെയ്ത് അന്ന് പ്രത്യേകിച്ച് ഇബാദത്ത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മിറാജ് നോമ്പ്
റജബ് 27 നോമ്പ് എന്നൊരു നോമ്പില്ല. പിന്നെ പിൽക്കാലത്ത് വ്യാജമായ ഹദീസുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് റജബ് മാസത്തിൽ പ്രത്യേകിച്ചും. റജബ് മാസം ജാഹിലിയ്യ കാലത്ത് മുശ്രിക്കീങ്ങൾ ബഹുമാനിച്ചിരുന്ന മാസമായിരുന്നു. മക്കയിലെ മുശ്രിക്കീങ്ങളിൽ മുലർ എന്ന് പറയുന്ന ഗോത്രക്കാർ റജബ് മാസത്തെ പ്രത്യേകമായി ബഹുമാനിച്ചിരുന്നു. റജബ് മാസം വരുമ്പോഴേക്ക് ഒരു പ്രത്യേകമായ ആഘോഷങ്ങളും പ്രത്യേകമായ ആചാരങ്ങളും എല്ലാം കൊണ്ടുവന്ന് നാടൊന്നാകെ ഒരുങ്ങി അണിയിച്ചൊരുക്കി റജബ് മാസത്തെ സ്വീകരിക്കുമായിരുന്നു. അത് ഇസ്ലാം നിർത്തലാക്കി. റജബ് പവിത്രമായ മാസമാണ് എന്ന് പഠിപ്പിച്ചു. യുദ്ധം പാടില്ലാത്ത മാസമായി പഠിപ്പിച്ചു. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതേപോലെ റജബ്, ഈ 4 മാസങ്ങൾ യുദ്ധം ഹറാമായ മാസമായി നബി തങ്ങൾ പഠിപ്പിച്ചു. ജാഹിലിയ്യ കാലത്തും അവ അങ്ങനെ തന്നെ സ്വീകരിച്ചിരുന്നു. എന്നാൽ ആ റജബ് പിന്നീട് ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിച്ചു. അവിടുന്നൊക്കെ ആളുകൾ ദീനിലേക്ക് കടന്നു വന്നു. അത് പലപ്പോഴും ചില രാജ്യങ്ങൾ ഫത്ഹായി വന്നപ്പോൾ നാട്ടുകാർ മൊത്തം മുസ്ലിങ്ങളായി മാറി. അത് പലരും കൃത്യമായി മതം പഠിക്കാതെ ഇസ്ലാം സ്വീകരിച്ചവർ ഉണ്ടായിരുന്നു. അപ്പോൾ മെല്ലെ മെല്ലെ റജബ് മാസം വരുമ്പോൾ വീണ്ടും പഴയ ഓർമ്മയ്ക്ക് പിന്നെ തുടങ്ങി. റജബ് മാസം വരുമ്പോൾ ആ പഴയ ഓർമ്മയ്ക്ക് ചില പ്രത്യേകമായ ബഹുമാനങ്ങളൊക്കെ ഇങ്ങനെ കൽപ്പിക്കാൻ തുടങ്ങി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകം അന്ന് സൈന്യത്തെ പറഞ്ഞയച്ചു. റജബിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നുണ്ടെങ്കിൽ അവന് ചാട്ടവാർ കൊണ്ട് അടിക്കാൻ വേണ്ടി ഉമർ ഖത്താബ് ഓർഡർ ഇട്ടു എന്നാണ്. കാരണം യദ്രിബു സുവ്വാമ, അന്ന് പ്രത്യേകിച്ച് തെരഞ്ഞു പിടിച്ച് നോമ്പ് നോക്കുന്ന മനുഷ്യന്മാരെ ഉമർ ഖത്താബ് അടിക്കുമായിരുന്നു ചാട്ടവാർ കൊണ്ട്. അതിന് പോലീസുകാരെ പ്രത്യേകം ഓർഡർ ഇട്ടു റജബ് മാസം വന്നാല്. ഇമാം അബൂബക്കർ തർത്തൂഷി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ അവിടെ നിങ്ങൾ പിന്നെ മെല്ലെ 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 അതിങ്ങനെ കൈമാറി പോന്നിട്ടുണ്ട്. പിന്നെ അതിന് വ്യാജമായ ധാരാളം ഹദീസുകൾ പലരും ഉണ്ടാക്കി. അതിൽപ്പെട്ട ഹദീസാണ് റജബ് 27 നോമ്പ് നോറ്റാൽ 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും. അത് പിൽക്കാലത്ത് ആരും ഉണ്ടാക്കി വിട്ട ഹദീസാണ്. ദഈഫ് പോലുമല്ല, മൗലൂ ആണ്, നിർമ്മിതമാണ്. ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ അത് സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നല്ല, അവിടെ തന്നെ ഉള്ളൂ, വേറെ എവിടെ ഇല്ല. അവിടെ തന്നെ ഉള്ളൂ, വേറെ എവിടെയും അതില്ല. അതും പരമ്പരയോ സനതോ ഒന്നും കൊടുക്കാതെ അദ്ദേഹം അവിടെ രേഖപ്പെടുത്തി പോയിട്ടുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ 200 ചില്ലാനം ഹദീസുകൾ അടിസ്ഥാനമില്ലാത്തത് കയറി കൂടിയിട്ടുണ്ട്. അത് മാത്രം പിൽക്കാലത്ത് കിതാബ് എഴുതലുണ്ട്. സുബൈക്കി റഹിമഹുല്ലാഹ് കിതാബ് എഴുതി അഹാദീസുൽ ഇഹ്യാ അല്ലത്തി ലാ അസ്ലഹ, ഇഹ്യാ ഉലൂമുദ്ദീനിൽ വന്ന അടിസ്ഥാനമില്ലാത്ത ഹദീസുകൾ എന്ന പേര് കിതാബ് ഉണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഹദീസ് ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. അതിലും മിറാജ് നോമ്പൊന്നുമില്ല. റജബ് 27 നോമ്പ് നോറ്റാന്നേ ഉള്ളൂ. മിറാജിന്റെ പേര് അവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനത്തെ നോമ്പില്ല. അപ്പൊ സവിശേഷമായ നോമ്പ് ഉണ്ടാകണമെങ്കിൽ അതിന് തെളിവ് ആവശ്യമുണ്ട്. സ്വതന്ത്രമായ ഒരാൾക്ക് എപ്പോഴും നോക്കാം. ഒരു മാസത്തിൽ 3 മണി നോക്കാം. ഇനി ഒരാൾ ഇങ്ങനെ വിചാരിച്ചു 2 ദിവസം നോക്കുക, പിന്നെ 1 ദിവസം ഒഴിവാക്കുക, പിന്നെ 2 ദിവസം നോക്കുക, അങ്ങനെ വിചാരിച്ചാൽ അയാൾക്കത് പറ്റും. അല്ലെങ്കിൽ 1 ദിവസം നോറ്റു, അടുത്ത ദിവസം ഒഴിവാക്കി, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നോറ്റു, പിന്നെ 4 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ നോറ്റു. അങ്ങനെ അയാൾക്ക് സ്വതന്ത്രമായി നോക്കാം. ഇതൊക്കെ എപ്പോഴും ഖുർആൻ ഓതാം, എപ്പോഴും ദിക്ർ ചൊല്ലാം, എപ്പോഴും തസ്ബീഹ് ചൊല്ലാം, എപ്പോഴും സ്വലാത്ത് ചൊല്ലാം, എപ്പോഴും അയാൾക്ക് നിസ്കരിക്കാം, എപ്പോ വേണമെങ്കിൽ നോമ്പ് നോക്കാം എന്നത് പൊതുവായി ചെയ്യാവുന്ന ഇബാദത്തുകളാണ്. എന്നാൽ ഇന്ന ദിവസം നോമ്പ് നോക്കാൻ സുന്നത്തുണ്ട് എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. ഇന്ന സമയത്ത് ഖുർആൻ ഓതുന്ന പ്രത്യേക സുന്നത്തുണ്ട്, അപ്പൊ മരിച്ചോടത്ത് ഖുർആൻ ഓതുന്ന സുന്നത്താണ് എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. ഇന്ന സമയത്ത് നിസ്കരിക്കുന്ന പ്രത്യേക സുന്നത്താണ് എന്ന് പറഞ്ഞെങ്കിൽ തെളിവ് വേണം. എന്ന പോലെ നോമ്പിന്റെ വിഷയത്തിൽ. ശരി, അൽഹംദുലില്ലാഹ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സംശയമാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് കേരള മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം സുന്നികളാണ് അല്ലെ. ഇപ്പോ സലഫി പ്രസ്ഥാനം വന്ന കാലം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സത്യം, സലഫി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളും സന്ദേശങ്ങളും സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇത് അംഗീകരിക്കുന്നില്ല? അതുകൊണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയ മതി എന്നുള്ളത് കൊണ്ടാണോ? ഉസ്താദ് പറഞ്ഞ നല്ലൊരു ശതമാനം കാര്യങ്ങളും സത്യമാണ്. പക്ഷേ പഴയകാല സമസ്തയുടെ നേതാക്കന്മാരും ആധികാരിക പണ്ഡിതന്മാരൊന്നും ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെന്തുകൊണ്ട് ഇത് അംഗീകരിച്ചില്ല? ഞാൻ അതിന്റെ സംശയമാണ്. കാരണം വളരെ വളരെ പ്രാധാനികളെ ഉസ്താദ് വാപ്പാന്റെ വാപ്പക്കാര സുന്നികളാണ് അല്ലെ. അവരെന്തുകൊണ്ട് അത് അംഗീകരിച്ചില്ല അന്ന്? അത് എന്താണ് അതിന്റെ പിന്നിലുള്ള തത്വം? നമ്മുടെ നാട്ടിൽ ഇതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ മാലിക് ദീനാന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം എത്തി എന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹു ആയുധം വ്യത്യാസമുണ്ട് ആ വർഷത്തെ കുറിച്ച്. പിന്നെ ഇത് 5-ാം വർഷമാണ് എന്നും അല്ല 50 എന്നും 200 എന്ന് നമുക്ക് അഭിപ്രായമുണ്ട്. ഫത്തുൽ മുഈൻ സയ്യിദി മഖ്ദൂം ഒക്കെ പറയുന്നത് 200 എന്താ ആയിക്കോട്ടെ, അള്ളാഹു ആയുധം. എന്താണെങ്കിലും അന്ന് അത് വന്നു. പിന്നീട് അതിന്റെ ഒരു തുടർച്ച കേരളത്തിൽ അധികമൊന്നും ഉണ്ടായിട്ടില്ല. കേരള മുസ്ലിം ചരിത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ പ്രസ്ഥാനങ്ങളും കേരള മുസ്ലിം ചരിത്രം പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ മാലിക് ദീനാന്റെ കാലഘട്ടത്തിൽ വന്നതിനു ശേഷം പിന്നെ കേരള മുസ്ലിം ചരിത്രം നമുക്ക് പിന്നെ കിട്ടുന്ന തുടർച്ച എവിടെയാണ്? സയ്യിദി മഖ്ദൂമിലാണ്.
1000 കൊല്ലം ഗ്യാപ്പുണ്ട്. ഈ 1000 കൊല്ലം കേരളത്തിൽ എന്ത് സംഭവിച്ചു? യഥാർത്ഥത്തിൽ മാലിക് ദിനാർ വന്ന കാലത്ത് അവിടെ വളരെ സ്വീകാര്യമായി അവരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലക്ക് തുടർന്ന് പോരുകയാണെങ്കിൽ ഒരു പക്ഷെ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളെപ്പോലെ തന്നെ മാതൃകയായി മാറാവുന്ന വലിയ വലിയ യൂണിവേഴ്സിറ്റികളും വലിയ വലിയ സ്ഥാപനങ്ങളും ഉണ്ടാവാൻ എല്ലാ സാഹചര്യമുള്ള ഒരു നാടാണ് കേരളം അന്ന്. പക്ഷെ അവര് വന്നു 10 പള്ളി ഉണ്ടാക്കി. കൊടുങ്ങല്ലൂരും അതേപോലെ കാസർഗോഡും മാടായിയും അടക്കമുള്ള 10 പള്ളി അവരുണ്ടാക്കി. ആ 10 പള്ളി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ പഴക്കമുള്ള പള്ളി കാണുന്നത് എവിടെയാ? പൊന്നാനി പള്ളി, ആ നിലയ്ക്ക് ചില പള്ളി കാണും. അതെത്ര? 400 കൊല്ലം. അതിനുള്ള 1000 കൊല്ലം യഥാർത്ഥത്തിൽ ഒരു ബ്ലാങ്കാണ്. കാര്യമായ പ്രവർത്തനങ്ങളോ ഒരു തുടർച്ചയോ ഉണ്ടായിട്ടില്ല. അന്നും മനുഷ്യന്മാരും കുറവാണ്, വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ. പിന്നെ 400 കൊല്ലം അപ്പുറത്ത്, 400 കൊല്ലം മുമ്പ് കേരളത്തിൽ പിന്നെ ഒരു നവോത്ഥാനം ഉണ്ടാവുകയാണ്. അതിന് കാരണക്കാരനായത് സൈനുദ്ദീൻ മഖ്ദൂമാണ്. അത് യമനിൽ നിന്ന് വന്നതാണ്. യമനിൽ നിന്ന് മക്കയിൽ വന്നു. ഇബ്നു ഹസ്ബ് ഹൈതമിയുടെ ശിഷ്യനായി പഠിച്ചു. അദ്ദേഹം അവിടുന്ന് പിന്നെ കേരളത്തിലേക്ക് വന്നു. ആ വന്ന സൈനുദ്ദീൻ മഖ്ദൂം ഷാഫി മദ്ഹബുകാരനും അശ്അരി ത്വരീഖത്തുകാരനുമായിരുന്നു. അതുകൊണ്ട് കേരളക്കാർക്ക് കിട്ടിയത് അത് രണ്ടുമാണ്. കേരളക്കാർക്ക് കിട്ടിയത് ഷാഫി മദ്ഹബും അശ്അരി ത്വരീഖത്തും. കാരണം അവർക്കൊരു മതം എന്ന് പറയാവുന്ന ഒരു ഇത് വെളിച്ചം പിന്നെ കിട്ടുന്നത് സൈനുദ്ദീൻ മഖ്ദൂമിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അദ്ദേഹമാണ് പ്രചരിപ്പിച്ചത്. അതിനു മുമ്പ് അങ്ങനത്തെ ഒരു പണ്ഡിതൻ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഒരു തുറച്ച നമ്മൾ കാണുന്നില്ല. ഒരു ആലിമോ ഒരു കിതാബോ ഒന്നും ഉണ്ടായിട്ടില്ല. സൈനുദ്ദീൻ മഖ്ദൂം വന്നു. അദ്ദേഹം ഷാഫി മദ്ഹബുകാരനായിരുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് പഠിച്ചവർ ഷാഫികളായി മാറി. അദ്ദേഹം അശ്അരി ത്വരീഖത്തുകാരനായിരുന്നു. അതുകൊണ്ട് അതും സ്വീകരിച്ചു. അദ്ദേഹം സൂഫിയായിരുന്നു. ആ സൂഫിസം നാട്ടിൽ പ്രചരിച്ചു. അന്ന് അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ ഷിയായിസം വന്നു. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അതേ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഷിയായിസം വന്നു. അതാണ് പിന്നെ കുണ്ടോട്ടി തങ്ങന്മാർ, മുഹമ്മദ് ഷാ എന്ന് പറയുന്ന തങ്ങള് വന്ന് അയാൾ ഷിയായിസം സ്ഥാപിക്കാൻ ശ്രമിച്ചു അവിടെ. അന്ന് അതിനെതിരെ അവിടെ ഏറ്റുമുട്ടലുണ്ടായി. അങ്ങനെ മുസ്ലിമീങ്ങൾ അന്ന് രണ്ടായി പിരിഞ്ഞു. ഒന്ന് കുണ്ടോട്ടി കയ്യ്, മറ്റൊന്ന് പൊന്നാനി കയ്യ്. മുഹമ്മദ് ഷായുടെ കീഴിൽ അവിടെ ഒരു വിഭാഗം. അവർ പറഞ്ഞു മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർക്ക് അദാബില്ല. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയാണ്, അയാൾ മുരീദായി കൂടിയാൽ അദാബ് ഉണ്ടാവില്ല. മറ്റൊരു പറഞ്ഞു മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർക്ക് അദാബല്ല. മുഹമ്മദ് ഷാ വലിയല്ല, അയാളെ മുരീദന്മാർക്ക് എല്ലാ അദാബും ഉണ്ടാവുകയാണ്. അങ്ങനെ പ്രശ്നമായി. കുണ്ടോട്ടിപ്പള്ളിയിൽ ഒരേ സമയത്ത് 2 ജുമുഅ നടന്നു. താഴെ ഇവർ ഷിയാക്കളെ ജുമുഅ, മേലെ പൊന്നാനി കൈക്കാളെ ജുമുഅ. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇത് രണ്ടും കൂടി മിക്സായി സംഘടനമായി രണ്ടും ഒന്നായി മാറി. രണ്ടാണ്ടില്ലാതായിട്ട് രണ്ടും കൂടെ അറിയാതെ ഐക്യപ്പെട്ടാണ്ട് പോയി. അവരാചാരൊക്കെ അവരെടുത്തു, ഇവരുടെയൊക്കെ അവരെടുത്തു. ഈ ഷിയാക്കളാണ് കേരളത്തിൽ ജാറം കൊണ്ടുവന്നത്. കുണ്ടോട്ടിയിലെ ജാറം അന്ന് മറ്റൊരു എതിരാണ്. അന്ന് പൊന്നാനി കൈക്കാൽ ജാറത്തിനെതിരാണ്. അപ്പൊ അതുകൊണ്ട് ഫത്തുൽ മുഈൻ 105-ാമത്തെ പേജിൽ സൈനുദ്ദീൻ മഖ്ദൂം കൃത്യമായി എഴുതി വെച്ചു, ഖബർ കെട്ടിപ്പൊക്കിയാൽ നിർബന്ധമായും പൊളിക്കണം. വകുരിഹ ബിനാഉ ലഹു അലൈഹി ലിസിഹത്തി നഹി അൻ ദാലിക. ഖബറിന് വേണ്ടി എടുപ്പുണ്ടാക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ്. കാരണം വ്യക്തമായി വിരോധം വന്നിട്ടുണ്ട്. വമഹല്ലുൽ കറാഹത്തി ഇദാ കാന ബിമിൽകിൽ ബാലി. നിർമ്മിക്കുന്ന ആളുടെ സ്വന്തം സ്ഥലത്താണെങ്കിൽ കറാഹത്ത്. വഇദാ കാന ബിമുസബ്ബല, പൊതു ഖബർസ്ഥാനാണെങ്കിൽ ഹറുമ, ഹറാമാണ്. പൊതു ഖബർസ്ഥാൻ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാവട്ടെ അല്ലാത്ത ഭൂമിയാവട്ടെ ഏതാണ് എന്ന് അറിയപ്പെടാത്ത ഭൂമിയാവട്ടെ ഏതാണെങ്കിലും ഹറാമാണ്. വഹുദിമ വുജൂബൻ, നിർബന്ധമായും പൊളിച്ചു മാറ്റുകയും വേണം. ഫത്തുൽ മുഈൻ വ്യക്തമായി എഴുതി വെച്ചു. കാരണം അന്ന് മറ്റൊരു ജാറത്തിന് ആളുകളാണ് ഇവരെതിരാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് എല്ലാം കൂടി മിക്സ് ആയപ്പോ ഇവർക്ക് ജാറും പറ്റി, മറ്റവർക്ക് ഇവരിതും പറ്റി. അങ്ങനെ ഒറ്റ ഒന്നായിട്ട് അതങ്ങാണ്ട് നീങ്ങി. അപ്പൊ ആ തുടർച്ചയാണ് കേരളത്തിൽ വന്നത്. പിന്നെയാണ് അതിനെതിരെ ചില പണ്ഡിതന്മാർ രംഗത്ത് വരുന്നത്. ഇത് ശരിയല്ല, ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടായി വരുന്നു. അപ്പൊ സ്വാഭാവികമായി അപ്പോഴേക്ക് ഇതൊക്കെ വരുമാനമായി മാറിയിട്ടുണ്ട്. ഈ നിലയ്ക്കുള്ള ഒരു സ്വീകാര്യത മറ്റുണ്ടായി വന്നിട്ടുണ്ട്. ഈ സമസ്തയുടെ രൂപീകരണത്തിന് ശേഷം അത് മുമ്പോ തൊട്ട് മുമ്പായിട്ട് സമസ്തയുടെ ചില പണ്ഡിതന്മാർ രംഗത്തിറങ്ങുകയും പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടുകയും നമ്മുടെ ബാധ്യത നിർവഹിക്കണമെന്ന് ബോധവൽക്കരിക്കുകയും ചെയ്തു. അപ്പൊ ചില ആളുകൾ തിരിഞ്ഞു. കാരണം ഇത് പോക്ക് ശരിയല്ല, ഇത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെയാണ് 922 കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന 1ാമത്തെ പണ്ഡിത സംഘടന കേരളത്തിലുണ്ടായത്. 1ാമത്തെ മതസംഘടന കേരളത്തില്
ഗവൺമെന്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒന്നാമത്തെ സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ 1922 ഉണ്ടാക്കി 24 രജിസ്റ്റർ ചെയ്തു. അന്ന് എല്ലാവരും ഒന്നിച്ചാണ്. അന്ന് വലിയൊരു ബാഖിയാത്തു സ്വാലിഹാത്തിലെ പ്രിൻസിപ്പളാണ് അതിനെന്ത് അധ്യക്ഷം വഹിച്ചത്. അദ്ദേഹമാണ് പ്രാർത്ഥിച്ചത് ഈ സംഘടനയെ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേന്ന്. 4 കൊല്ലം മുന്നോട്ട് പോയപ്പോ ചിലർക്ക് മനസ്സിലായി ഇത് നമുക്ക് പട്ടിണിയാകുന്ന പരിപാടിയാണ്. അപ്പൊ അവരിന്ന് വേറിട്ടു. എന്നിട്ട് അവര് വേറെ സംഘടന ഉണ്ടാക്കി, അതിനും പേരിട്ടു കേരള ജംഇയ്യത്തുൽ ഉലമ. ഇതേ പേരിട്ടു. എന്ന് രജിസ്ട്രേഷന് പോയി. അപ്പൊ പറഞ്ഞു ഒരു പേരിൽ 2 കിട്ടൂലായിരുന്നു. അപ്പൊ അതിന് മുന്നിൽ സമസ്ത എന്ന് കൂട്ടി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അങ്ങനെ രജിസ്ട്രേഷൻ വാങ്ങി. അങ്ങനെയാണ് 1926 22 KJU ഉണ്ടായി. 26 എസ് കൂട്ടി SKJU, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നതുണ്ടാക്കി. അപ്പൊ അവിടെ മുതലാണ് അത് അങ്ങനെ വേറിട്ട് പോണത്. പിന്നെ സ്വാഭാവിക 2 ഇവരെന്തു പറഞ്ഞു എനിക്ക് എതിർക്കുക എന്നുള്ളത് ഒരു അജണ്ടയായി മാറി. അപ്പൊ ഇത് ശിർക്കാകുമ്പോ ഞങ്ങൾ ശിർക്ക് ചെയ്യുള്ളൂ എന്ന് വാശി രൂപത്തിൽ എല്ലാ ശിർക്കും ഖുറാഫാത്തും ഏറ്റെടുത്ത് പോന്നു എന്ന് മാത്രം. അല്ലാഹു അഅലം. സന്തോഷം. അൽഹംദുലില്ലാഹ്. വേറെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഉണ്ടാക്കി ചോദിക്കൊന്നും വേണ്ട.